നമസ്കാരം. സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഈ വർഷത്തെ വിഷുക്കാലം മലയാളികൾക്കായി സമർപ്പിക്കുകയാണ്. ആയിരത്തി 201 മേടമാസത്തിലെ വിഷു ഫലം സ്വസ്ത്രീ കൊല്ലവർഷം 1121 മേടമാസം 1-ാം തീയതി കുജവാര്. ഉദയാൽപ്പര നേരം അതായത് 2026 ഏപ്രിൽ മാസം 14-ാം തീയതി പകൽ 9:46 ചതയം നക്ഷത്രവും കുംഭക്കൂറിൽ ചന്ദ്രൻ നിൽക്കുന്ന കാലം കൃഷ്ണപക്ഷ ദ്വാദശി തിഥിയിൽ വരാഹകരണവും ശുഭനാമത്യം കൂടി യോഗമായ ശുഭദിനത്തിങ്കൽ ഇടവം രാശി ഉദയസമയം ഭൂമി ഭൂതോദയം കൊണ്ട് മേഷ വിഷു സംക്രമം. സൂര്യൻ മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് കടക്കുന്ന ആ ഒരു സമയത്തെയാണ് മേഷസംക്രമം എന്ന് പറയുന്നത്. ഈ മേഷസംക്രമം കൊണ്ട് പ്രകൃതിയിലും മനുഷ്യനും ഒരു വർഷം പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ ഫലങ്ങൾ അനുഭവപ്പെടാറുണ്ട്. പൂർവ്വകാലഘട്ടത്തിലൊക്കെ കൃഷിപരന്മാർക്കായിരുന്നു ഏറ്റവും കൂടുതൽ വിഷുഫലത്തെ അനുകരിച്ചിരുന്നത്. ഇന്ന് മനുഷ്യാദികളായ എല്ലാവർക്കും വിഷുഫലം അറിയാനുള്ളതായ ആകാംക്ഷയുണ്ട്. മുൻപറഞ്ഞ പഞ്ചാംഗ ഫലങ്ങളിൽ ഈ വർഷം ദേവത മഹോദരിയാണ്. വാഹനം വരാഹം, വസ്ത്രം വിചിത്രം, പുഷ്പം ഇലഞ്ഞി, അലങ്കാരം വെള്ളി, വിലേപനം ചന്ദനം, ആയുധം ഖഡ്ഗം, സ്നാനജലം പങ്കജം, ഛത്രവർണ്ണം അതിരക്തം, ഭോജനപാത്രം ചെമ്പ്, ഭോജനം മലർപ്പൊടി എന്നും പറയാറുണ്ട്. വാദ്യം ഡമരു, അഭിമുഖം കിഴക്ക്, ഗമനം വടക്ക്, സ്വഭാവം സലജ്ഞ, മണ്ഡലം വരുണൻ, മേഘം കാളമേഘം. ഇതുകൂടാതെ പ്രത്യേകമായിട്ട് വരേണ്ടത് ഈ വർഷത്തെ വർഷമാണ്. 2 പറ വർഷമാണ് ഈ വർഷം സൂചിപ്പിക്കപ്പെടുന്നത്. ഈ വിഷുഫലം കൊണ്ട്, ഈ വിഷുവിൻ്റെ സംക്രമ സ്ഥിതി കൊണ്ട് ഈ വർഷം രാജ്യത്ത് തൊഴിലവസരങ്ങളൊക്കെ കൂടുവാനും ധനധാന്യതകളെല്ലാം സമൃദ്ധിയായി വർദ്ധിക്കുവാനും നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം ആവശ്യ വസ്തുക്കളെല്ലാം സുലഭമായി ഉണ്ടാകുവാനും ബ്രഹ്മജ്ഞാനികൾക്കും കലാ കായിക രംഗത്തുള്ളവർക്കും കൂടുതൽ അംഗീകാരവും പ്രശംസയും, വിദ്യാർത്ഥികൾക്കും വിദേശത്ത് പോയി ജോലി ചെയ്യുന്നവർക്കും അത് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കും വ്യാപാരികൾക്കും പൊതുപ്രവർത്തകർക്കും വളരെ ഗുണകരമായിട്ടാണ് ഈ വർഷത്തെ വിഷുഫലം സൂചിപ്പിക്കപ്പെടുന്നത്. കാലോചിതമായ വർഷങ്ങൾ കൊണ്ട് കൂടുതൽ മഴ, കാലോചിതമായ വർഷം കൊണ്ട് വനപർവ്വതാദികളാണ് കൂടുതലും മഴ ഉണ്ടാകുന്നത്. അങ്ങനെ വനപർവ്വതാദികൾ കൂടുതൽ മഴ ഉണ്ടാകുന്ന നിമിത്തമായതുകൊണ്ട് പലതരത്തിലുള്ളതായ പ്രകൃതിക്ഷോഭവും മണ്ണൊലിച്ചിലും സ്ഫോടനങ്ങളും
ചില സ്ഥലത്ത് ഉണ്ടായിക്കൂടുന്നില്ല. മാത്രമല്ല, രാജ്യാന്തരപരമായ ചില യുദ്ധഭീതികളും കലഹ ദുർമരണങ്ങളും രോഗ അപമൃത്യുക്കളും ഈ വർഷം ഉണ്ടായിക്കൂടുന്നില്ല. ഈ പ്രകൃതിക്ഷോഭ നിമിത്തം തദ്ദേശവാസികൾക്കും മൃഗാദി വസ്തുക്കൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാകുവാനും അധികാരികളുടെ സംസാര നിമിത്തം ചില കലഹവും ഭരണരംഗത്തുണ്ടാകുന്ന ചില മാറ്റങ്ങളും ഒക്കെ ഈ വർഷത്തെ ദോഷഫലമായിട്ട് വരുന്നതാണ്. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരു വിഷുഫലമാണ് ഈ വർഷം സൂചിപ്പിക്കപ്പെടുന്നത്. ഇത് 12 മാസത്തിൽ 27 നക്ഷത്രങ്ങളായിട്ട് വിരാജിച്ചിരിക്കുന്ന രാശിചക്രത്തിൽ ആ വിഷു സംക്രമങ്ങൾ കൊണ്ട് ഓരോ നക്ഷത്രക്കാർക്കും ഓരോ തരത്തിലുള്ളതായ ഗുണദോഷങ്ങൾ ഒരു വർഷം അനുഭവപ്പെടാറുണ്ട്. ഈ വർഷം നക്ഷത്രവശാൽ അവിട്ടം, ചതയം, പൂരുട്ടാതി എന്നീ നക്ഷത്രക്കാർക്ക് അടുത്ത ഒരു വർഷത്തേക്ക് പല ദുസ്സൂചനകളാണ് കാണിക്കപ്പെടുന്നത്. അത്ര ശുഭകരമായ ഒരു ഫലമല്ല എന്ന് കാണുന്നു. പ്രത്യേകിച്ച് ധനനാശങ്ങൾ, ചില രോഗ ആപത്തുകൾ, ദുർവ്യയങ്ങൾ, മനോദുഃഖം എന്നിവ ഉണ്ടായിക്കൂടുന്നില്ല. എന്നിരുന്നാലും അവരുടെ ദശാകാലവും ജാതകഫലവും ഗുണകരമെങ്കിൽ ഇത്തരത്തിലുള്ള ദോഷഫലങ്ങൾക്ക് കാഠിന്യം കുറയുകയും ശുഭകരമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി ഈ 6 നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ വിഷുഫലം വളരെ ശുഭപ്രതീക്ഷയാണ് നൽകുന്നത്. അവരവരുടെ പ്രായഭേദമന്യേ സർവാഭീഷ്ടസിദ്ധിയും സൽകീർത്തിയും അവർക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ജാതകവശാൽ ഉള്ള ദോഷങ്ങളുണ്ടെങ്കിൽ ആ ദോഷവും കൂടി അനുഭവത്തിൽ വന്നു ചേരുന്നതാണ്. മകീരം, തിരുവാതിര, പുണർദം ഈ നക്ഷത്രത്തിൽ പിറന്നവർക്ക് ഈ വർഷം വിഷുഫലം അല്പം ദോഷകാലമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് അവരവരുടെ ചില ബന്ധുക്കൾക്ക് നാശം ഉണ്ടാവുക, സ്വജനങ്ങളുമായിട്ടുള്ള വിരോധം ഉണ്ടാവുക, അപമാന ക്ലേശങ്ങളൊക്കെ ഉണ്ടാവുക, ഈ കാര്യങ്ങളെല്ലാം ഈ വിഷുഫലം കൊണ്ട് വന്നുകൂടായികയില്ല. എന്നിരുന്നാലും നല്ല ദശാഫലങ്ങൾ, ഉദാഹരണമായിട്ട് വ്യാഴദശ, ശുക്രദശ, ബുധദശ, ചന്ദ്രദശ എന്നിത്യാദികൾ അനുഭവിക്കപ്പെടുന്നവർക്ക് ഈ ദോഷഫലങ്ങൾ കാര്യമായിട്ട് അനുഭവത്തിൽ വരണമെന്നില്ല. പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം എന്നീ നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ വിഷുഫലം സന്തോഷ സൂചകമാണ്. പ്രത്യേകിച്ച് സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുവാൻ, ബഹുമാന ശ്രേയസ്സുകളും ജനപ്രീതിയും വിശേഷമായിരിക്കുന്ന അലങ്കാര ആടയാഭരണങ്ങളൊക്കെ വാങ്ങുവാനും പുതിയ ഗ്രഹ നവീകരണത്തിനും വസ്തുദ്രവ്യാദികൾ സമ്പാദിക്കുവാനുമെല്ലാം ഈ വർഷം അവർക്ക് ഗുണകരമായൊരു ഫലങ്ങളെയാണ് കാണിക്കുന്നത്. അതേസമയം ദോഷഫലാദികളുണ്ടെങ്കിൽ ആ തരത്തിലുള്ള ദോഷങ്ങളും ഇവിടെ വന്നു ചേരും. ചിത്തിര, ചോതി, വിശാഖം ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ വിഷുഫലം അല്പം ഫലമായിട്ടാണ് പറയുന്നത്. പ്രത്യേകിച്ച് ആയുധം കൊണ്ടുണ്ടാകാവുന്ന ചില ക്ഷതങ്ങളോ പക്ഷി മൃഗാദികളിൽ നിന്നുള്ള ഉപദ്രവങ്ങളോ ചില പ്രത്യേകിച്ചുണ്ടാകുന്ന ചില രോഗം കൊണ്ടുണ്ടാകുന്ന ക്ലേശങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ വാഹനയാത്ര, കൂട്ടുകെട്ടുകളെല്ലാം ഒഴിവാക്കി നിർത്തിയാൽ അതിൽ നിന്നൊക്കെ മുക്തി നേടാവുന്നതാണ്.
ഒപ്പം നല്ല ദശാഫലങ്ങളാണെങ്കിൽ നല്ല ദശാഫലങ്ങൾ അനുഭവത്തിൽ വരികയും ചെയ്യും. അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം എന്നീ പറഞ്ഞ 6 നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ വിഷുഫലം വളരെ ഗുണകരമാണ്. പ്രത്യേകിച്ച് മേലധികാരികളുടെ, അതായത് ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരോ അതല്ലെങ്കിൽ എന്തെങ്കിലും മാനേജിങ് ചെയ്യുന്നവർക്കോ അവർക്കെല്ലാം ഒരു അധികാരികളുടെ പ്രീതികളൊക്കെ കിട്ടുകയും പ്രശംസകളൊക്കെ ലഭ്യമാകുകയും ഒക്കെ ചെയ്യും. പ്രത്യേകിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് അവരെ അംഗീകരിക്കപ്പെടുന്ന ചില ഗുണങ്ങളൊക്കെ ഈ വർഷം അത് പ്രതീക്ഷിക്കാം. പ്രത്യേകമായിരിക്കുന്നതായ അനുമോദന കത്തുകളൊക്കെ ലഭിക്കുവാനും ഈ വിഷുഫലം കൊണ്ട് കാണുന്നുണ്ട്. സഭാമധ്യയിലൊക്കെ നേട്ടങ്ങളൊക്കെ അവർ കൈവരിക്കും ഈ വർഷം. അതേസമയം ഏതെന്നുള്ള കണ്ടകശനിയോ അല്ലെങ്കിൽ അനിഷ്ടഗ്രഹ സ്ഥിതിവിശേഷമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ആ ദോഷഫലങ്ങൾ കുറച്ച് കയറി വരികയും ചെയ്യും. ഈ വർഷം പൊതുവെ 12 മാസങ്ങളിൽ, മലയാള മാസം 12 മാസങ്ങളിൽ തുലാം, കുംഭം ഈ മാസങ്ങളിൽ പൊതുവെ ഇവിടുത്തെ ആവശ്യ വസ്തുക്കൾക്കും ഉപഭോക്തൃ വസ്തുക്കൾക്കെല്ലാം വില പൊതുവെ കുറവായിരിക്കും. പ്രത്യേകിച്ച് ഈ വർഷത്തെ വിഷു ഫലം കൊണ്ട് തന്നെ സ്വർണ്ണാദി വസ്തുക്കൾക്ക് ആവശ്യക്കാർ കുറയുകയും ഒപ്പം തന്നെ വില അതിലെല്ലാം കുറഞ്ഞു വരുവാനുമാണ് കാണുന്നത്. മറ്റു മാസങ്ങളിലെല്ലാം നിത്യോപവസ്തുക്കൾക്കും ഉപയോഗ വസ്തുക്കൾക്കെല്ലാം തന്നെ സമനിലയായിട്ടാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ വില കയറ്റങ്ങളൊന്നും ഈ വർഷം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ഈ വിഷുഫലം കൊണ്ടും കാണുന്നത്. നന്മയുടെ തൃച്ചന്ദനം ചാർത്തിയ ഭഗവാൻ ശ്രീകൃഷ്ണനെ കണികണ്ടുണരുന്ന എല്ലാ മലയാളിമാർക്കും ഈ വർഷത്തെ വിഷു സന്തോഷകരമാകട്ടെ, സമൃദ്ധിയുടേതാകട്ടെ. നന്ദി, നമസ്കാരം.